ഉണ്ടാവും. ദുനിയാവ് ആഖിറ കൂടി ലക്ഷ്യം വെക്കാൻ പറ്റുന്ന മേഖലകളുണ്ട്. അസ്ലിയായ ഉദ്ദേശം ആഖിറത്തായിരിക്കണം. അതിന് കൂടെ ദുനിയാവിയായ ഉദ്ദേശം ഉണ്ടാകുന്നതിന് വിരോധമില്ല. അപ്പം ഹജ്ജ് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഹജ്ജിന് പോകുമ്പോൾ കച്ചവടം കൊണ്ട് ഉദ്ദേശിച്ച് പോകുന്ന ആളുകളുണ്ടായിരുന്നു, അതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ അസ്ലു ഉദ്ദേശം കച്ചവടമാകാൻ പാടില്ല. കച്ചവടത്തിന് പോവുക, കിട്ടിയ ഹജ്ജും ചെയ്യാം, അതല്ല. ഉംറ വീസിൽ പോവുക, അന്നേരം ഉംറ ചെയ്യാതെ പോലും. പഴയ കാലത്ത് ഇപ്പോഴല്ല, പോണത് ഉംറക്കല്ല, മോന് വിസക്ക് പൈസ കൊടുത്ത് പോകാൻ മാത്രം പൈസ ഇല്ല. അപ്പോൾ ഒരു ഉംറ വിസയാണ് പോയിക്കാണ്ട് അവിടെ പോയി ചാടുന്നിട്ട് പിന്നെ 2 കൊല്ലം 3 കൊല്ലം പണിയെടുത്തിട്ട് പോരുക, ഒരു ഉംറയും ചെയ്യാലോ. അവിടെ അസ്ലു ഉദ്ദേശം ഉംറയല്ല, അസ്ലു ഉദ്ദേശം അവിടെ ജോലിക്ക് വേണ്ടി നിൽക്കലാണ്. എന്നാൽ അസ്ലു ഉദ്ദേശം ഹജ്ജിന് പോയി, ആ പോണ പോക്കിൽ വേണമെങ്കിൽ ചെയ്യാം, അവിടെ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ കച്ചവടം ചെയ്യാം, അതിന് വിരോധമില്ല. അത് അനുവദനീയം പാട്. പള്ളിക്ക് രാവിലെ സുബഹിക്ക് നടന്നു വരുന്നു, എന്തിനാ വരുന്നത്? പള്ളിക്ക് നടന്നു പോയാൽ തോന കൂലിട്ടും. എന്നാലും നടത്തം കൂടി ആയും ചെയ്തു, ഇവിടെ നടത്തുമായി, അതിന് പ്രശ്നമില്ല. എന്നാൽ ഇറങ്ങി നടക്കാനാണ്, പള്ളി വലത്തിൽ ഇങ്ങനെ പോകില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു രാവിലെ ഒന്ന് നടക്കണം, അപ്പം തുടങ്ങി. അപ്പം ഞാൻ ഏതൊരു നടത്തം കണ്ടായിക്കോട്ടെ, എന്നാൽ പിന്നെ നിസ്കരിച്ച് പോലും ചെയ്യാലോ. അപ്പം അസ്ലു മാറി. മറ്റേ മുമ്പേ പള്ളിക്ക് നടന്നു വരുന്ന ആളാണ്, അപ്പം അസ്ലു ഉദ്ദേശം പള്ളിക്ക് നടന്നു പോകാതാണ്. അതിന് കൂടെ 2ാമത് ഉദ്ദേശം കൂടി വന്നു, ആരോഗ്യത്തിനും കൂടി നല്ലതാണ്, അതിന് വിരോധമില്ല. അസ്ലു ഉദ്ദേശം അപ്പം അവിടെ അള്ളാഹുവിൻ്റെ വജ്ഹായിരിക്കണം എന്ന് മാത്രം. അതല്ല, അസ്ലു മാറുമ്പോൾ സ്വാഭാവികമായിട്ട് അതനുസരിച്ച് മറ്റത് മാറുകയും ചെയ്യും.